സ്പോട്ട് ലൈവ് തുടരുന്നു. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തെ വീട്ടമ്മയുടെ മരണത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ പോലീസ് വിട്ടയച്ചു. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെയും കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഭർത്താവ് ജോസിന്റെ മൊഴികളിൽ അവ്യക്തത തുടരുകയാണ്. ലീനയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതും സംശയത്തിന് കാരണമായിട്ടുണ്ട്. വിരലടയാള പരിശോധനാ ഫലവും അന്വേഷണത്തിൽ നിർണായകമാകും. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഭർത്താവിലേക്കാണ് ആദ്യം ലീനയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ലീനയെ കൊലപ്പെടുത്തിയതാണെന്ന സംശയത്തിലായിരുന്നു ഇന്നലെ വരെയും പോലീസ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് ഭർത്താവ് ജോസിനെ വിട്ടയക്കാനുള്ള കാരണം? ഇത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ഇപ്പോഴും കഴിയുന്നില്ലേ? ടോം, ഇന്നലെ രാവിലെയൊക്കെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ഏതാണ്ട് ഉച്ചവരെയുള്ള സമയത്ത് പോലീസ് ചൂണ്ടിക്കാണിച്ചത് ഈ കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളാണ് ലീന എന്നാണ് ബന്ധുക്കളുടെ ഒരു മൊഴി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആത്മഹത്യ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം പരിശോധനാ ഫലം പ്രാഥമികമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിൽ കഴുത്തിനേറ്റ ഒറ്റ വെട്ടാണ് ആ ഒരു മരണത്തിന് കാരണമായിരിക്കുന്നത് എന്ന വിവരമാണ് നൽകിയത്. മറ്റെന്തെങ്കിലുമുള്ള മറ്റു വെട്ടുകൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതായിട്ടുള്ള വിവരമില്ലായിരുന്നു. അപ്പോൾ അതോടുകൂടിയാണ് ഇങ്ങനെ ഒരാളുടെ കഴുത്തിൽ അങ്ങനെ ഒരു മുറിവുണ്ടാക്കാൻ ഒരു കൊലപാതക സാധ്യതയാണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴി പോലീസിന് വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, സംശയത്തിന്റെ സാഹചര്യത്തിലാണ് പോലീസ് വീണ്ടും ഈ ഭർത്താവ് ജോസിനെ വിളിച്ച് വിശദമായ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലിലേക്കും കടന്നത്. പക്ഷെ ജോസിൽ നിന്ന് ലഭിച്ച മൊഴിയിൽ പല വൈരുദ്ധ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ അങ്ങനെ എന്നെ പ്രതിയാക്കുകയാണെങ്കിൽ ആക്കിക്കോ എന്ന നിലയിൽ ജോസ് പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ പിന്നീട് ഇതിൽ നിന്ന് മാറി കുറച്ചുകൂടി ഗൗരവത്തോടെയുള്ള ചോദ്യം ചെയ്യലിലേക്ക് കാര്യം കടന്നപ്പോൾ ഇതിൽ നിന്ന് അയാൾ മാറി എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ജോസിന് ഈ കൊലപാതകത്തിൽ നിലവിൽ പങ്കില്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ളതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും നിലവിൽ ഈ കൃത്യത്തിൽ ജോസ് ആണ് ചെയ്തത് അല്ലെങ്കിൽ ജോസിന്റെ ഭാഗത്തു നിന്നുണ്ടായ കൊലപാതകമാണെന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞില്ല. പോലീസ് നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ബാഹ്യ ഇടപെടൽ, വീടിന് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും അക്രമം നടത്താനുള്ള സാധ്യതയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോഴും നടത്തുന്നത്. ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോഴും അങ്ങനൊരു മൊഴികളിൽ ജോസാണ് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കാൻ തക്കവണ്ണമുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല മറ്റു പരിശോധന, ശാസ്ത്രീയ പരിശോധന ഫലം, വിരലടയാളം അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് മറ്റെവിടേക്കെങ്കിലും കാര്യമായി യാത്ര ചെയ്യുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിരുന്നില്ല. വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ തൊട്ട് പിന്നിലാണ് ഈ മൃതദേഹം കാണുന്നത്. രാത്രി ഏതാണ്ട് 12:30-1 മണിയോടുകൂടിയാണ് ഈ മൃതദേഹം മൂത്ത മകൻ കടയിൽ നിന്ന് കാണുന്നത്. സംശയമുള്ളത് ശ്രീജിത്ത്, കാരണം ജോസിന് ഇതേക്കുറിച്ച് അറിവില്ലെങ്കിൽ, ജോസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പുറത്തുനിന്ന് ആരെങ്കിലും കൊലപ്പെടുത്തിയെങ്കിൽ, അതല്ലെങ്കിൽ ലീന ജീവനൊടുക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ജോസും ജോസിന്റെ പിതാവും അത് അറിയാതിരുന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലോ. രാത്രി ഏതാണ്ട് 1 മണിക്കൊക്കെ നടക്കുന്ന സംഭവമാണ്. 1 മണിയോടുകൂടിയാണ് ഇത് അറിയുന്നത്. ആ സമയത്ത് നടക്കുന്നതാണ്. സാധാരണ ആളുകൾ ഒരുപക്ഷെ നേരത്തെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ, ഒരു ഉറക്കം കഴിഞ്ഞ് 10 മണിക്കൊക്കെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണെങ്കിൽ അത്രയധികം ശബ്ദം ഉണ്ടായിട്ടില്ല എങ്കിൽ, പ്രത്യേകിച്ച് കഴുത്തിന്റെ ഭാഗത്താണ് മുറിവേൽപ്പിച്ചത്, മുറിവ് ഉണ്ടായിരിക്കുന്നത്, അത് ഉച്ചത്തിൽ അന്നേരം ശബ്ദം വരാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ കരുതാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ നിലയിൽ ചിലപ്പോൾ ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കാരണം ഇതിന്റെ ഒരു പ്രാഥമിക അന്വേഷണം മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിനിൽ വളരെ വിശദമായ പരിശോധനകളൊക്കെ നടത്തി ശാസ്ത്രീയ പരിശോധനാ ഫലത്തിലൂടെ മാത്രം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയെല്ലാം നിഗമനങ്ങളാണ്, ഊഹങ്ങളാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം എന്തുകൊണ്ട് ശബ്ദം കേട്ടില്ല എന്ന്. ഈ കഴുത്തിന്റെ ഭാഗത്തായതുകൊണ്ട് ശബ്ദത്തിന്റെ മറ്റ് നാളത്തിനും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വ്യക്തമല്ല. മാത്രമല്ല ഒരു മാനസിക വിഭ്രാന്തി അല്പം പ്രകടിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിൽ അവരെങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായ പരിശോധനയിലൂടെ തന്നെയാണ് പോലീസ് ഒരു വ്യക്തതയിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടത്. നിലവിൽ എന്തായാലും ശാസ്ത്രീയ പരിശോധനാ ഫലം വരിക എന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണുള്ളത്. ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് പോലീസ് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് ഇനിയും സമയം വേണം. അതല്ലെങ്കിൽ ആത്മഹത്യ എന്നത്, ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്നുള്ളത് ഈ മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഇങ്ങനെ മുറിവേൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞിരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം പരിശോധന ഫലത്തിലാണ്, പ്രാഥമിക ഫലത്തിലാണ്
ഇത് ഇങ്ങനൊരു കൊലപാതക സാധ്യതയാകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ തെളിവുകൾ, വിവരങ്ങൾ, അങ്ങനെയെങ്കിൽ ഒരു കൊലപാതകമാണെങ്കിൽ കൊലപാതകം ആണ്, അതല്ലെങ്കിൽ ആത്മഹത്യ, ഈ രണ്ട് സാധ്യതയാണ് ഇതിന് മുന്നിലുള്ളത്. കൊലപാതകമാണെങ്കിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ടാകാം, കാരണം കഴുത്ത് മുറിക്കുക, അതിനപ്പുറം ഒരു ബലപ്രയോഗത്തിനുള്ള സാധ്യതയുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കാര്യമായ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ചൊന്നും ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇതിലൊരു ആത്മഹത്യയിലേക്ക് എത്തിയത്. പക്ഷേ ഈ മുറിവിന്റെ സ്വഭാവവും മറ്റും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ മാത്രമേ വളരെ കൃത്യമായി മനസ്സിലാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പോലീസ് ആ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയും ചെയ്തത്. അതിന്റെ പ്രാഥമിക വിവരത്തിലാണ് വളരെ ആഴത്തിലുള്ള മുറിവാണ്, അതുകൊണ്ട് തന്നെ മറ്റൊരാൾ ചെയ്തതാകാം എന്ന് പറയുന്നത്. അപ്പോഴും അവിടെ കത്തികൾ ഉണ്ടായിരുന്നു, വാക്കത്തിയും മറ്റും ഉണ്ടായിരുന്നു. ആ കത്തിയുടെ ഒക്കെ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ, അതിലെ ഫിംഗർ പ്രിന്റ്, കൂടുതൽ വിവരങ്ങൾ, ഇതൊക്കെ ശേഖരിച്ച ശേഷം ഒരുപക്ഷെ അതിലൊരു അന്തിമ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ബാഹ്യ ഇടപെടലില്ല എന്ന നിഗമനം തന്നെയാണ് പോലീസിന് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഏത് ഘട്ടത്തിലും പുതിയ തെളിവുകളും വിവരങ്ങളും, മൊഴിയെടുപ്പിലടക്കം പല വിവരങ്ങളും ഒക്കെ ലഭിക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് ആ നിലയിലുള്ള ഒരു അന്വേഷണം നടത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു കൊലപാതകം എന്ന നിലയിൽ പോലീസ് ഇതിനെപ്പറ്റി പറയുന്നില്ല. അവരുടെ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ, നിഗമനങ്ങൾ ഉണ്ടായേക്കും. ടോം, വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.